അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് VPN സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ VPN ആപ്ലിക്കേഷൻസ് വിൻഡോസിൻ്റെ ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെല്ലാം എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാമെന്നുള്ളതാണ്. പല സൈറ്റുകൾ നമുക്ക് ഈ ടൊറൻ്റ് ആപ്ലിക്കേഷൻസ് പല സോഫ്റ്റ്വെയർസും ടൊറൻറ്റിലുണ്ടാവും, നമുക്കങ്ങ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ VPN ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ ഈസി ആയിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായി നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ബ്രൗസർ സോഫ്റ്റ്വെയർ ആണ്. ഒപ്പേരയുടെ GX എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഒപ്പേര GX ബ്രൗസർ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കൊടുക്കാം. ഈ ബ്രൗസറിന് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഈ ബ്രൗസർ വർക്ക് ആവുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നിങ്ങളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ബ്രൗസർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒപ്പേരയുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ബ്ലോക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, ടൊറൻ്റ് വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ടൊറൻ്റ് സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ബ്ലോക്ക്ഡ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ നിന്ന് ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ബ്ലോക്ക് ആയിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിനായി ഈ സൈഡിൽ കാണുന്ന സെറ്റിങ്സ് ഐക്കണിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ അഡ്വാൻസ്ഡ് എന്നത് എക്സ്പാൻഡ് ചെയ്യാം. അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നാൽ കുറച്ച് താഴെയായിട്ട് VPN എന്നുള്ള ഓപ്ഷൻ ഇതിൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ആ ടൊറൻ്റ് സെർച്ച് എഞ്ചിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് URLൻ്റെ സൈഡിലായിട്ട് VPN എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൊറൻ്റ് സെർച്ച് എഞ്ചിൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനാണ്. നമ്മൾ അതറായിട്ടുള്ള വേറൊരു VPN ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഈ ഒപ്പേരയുടെ GX എന്ന ബ്രൗസറിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഗൂഗിൾ എന്ന ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് VPN എനേബിൾ അല്ല. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ഈ ബ്രൗസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലോക്ക് ആയിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് VPN അതിലേക്ക് ആക്ടിവേറ്റ് ആവുകയും ആ വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആയി വരികയും ചെയ്യും. അതാണ് ഈ ബ്രൗസറിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സ് എനേബിൾഡ് ആണ്, ക്ലോസ് ചെയ്തു. ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബ്രൗസർ വീണ്ടും ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത ടാബുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു ഒപ്പേരയുടെ GX എന്ന ബ്രൗസർ മാത്രം മതി, വേറെ ആപ്ലിക്കേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൊറൻ്റ് സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 1337.to എന്നുള്ള ടൊറൻ്റ് സൈറ്റിൽ കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം.